വണ്ടിയുടെ കളർ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മളൊരു വണ്ടി മേടിക്കരുത് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മുടെ വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ മേടിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുറച്ച് മുന്നേ ഒരു ചേച്ചി വണ്ടിയുടെ കളർ കൊള്ളാതെ കൊണ്ടൊരു ഫോർഡ് ഫിയസ്റ്റ വണ്ടി ഇത്തിരി ലോങ്ങിൽ നിന്ന് ഇവിടുന്ന് ഒരു 100-120 കിലോമീറ്ററിൽ ഗ്യാപ്പിൽ നിന്ന് വണ്ടി എടുത്തു. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയില്ല. 100-120 കിലോമീറ്റർ ഗ്യാപ്പിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടെന്ന് വണ്ടിയുടെ കൊണ്ടുവന്ന് ഞാൻ നോക്കി. വണ്ടി വരുന്ന വഴിക്ക് തന്നെ പുള്ളിക്കാരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അവിടെ കൊണ്ടുവന്ന് ഒരു 5000 സംതിങ്ങിന് പണിയൊക്കെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് എടുത്ത് പറഞ്ഞ് മോനോട് ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് തരണം. വണ്ടി ഓൾറെഡി പൈസ കൊടുത്ത് വണ്ടി മേടിച്ചു തന്നിട്ടുണ്ട്. വണ്ടിക്ക് കുറച്ച് പണികളൊക്കെ ഫ്രണ്ട് ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്, AC വർക്ക് ചെയ്യുന്നില്ല, ആ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 2-2 ലക്ഷം രൂപയ്ക്കുള്ള പണിയുണ്ട് വണ്ടിക്ക് മൊത്തം. വണ്ടി ബോഡി ഫുള്ള് പോക്കാണ്, കളർ കാണാൻ ഭംഗിയുണ്ടെന്നുള്ളൂ. ബാക്കി എല്ലാ സൈഡിലും പണിയാണ്. ബോഡി സൈഡിലാണെങ്കിലും മെക്കാനിക്കൽ സൈഡിലാണെങ്കിലും സസ്പെൻഷൻ സൈഡിലാണെങ്കിലും കംപ്ലീറ്റ് പണിയാണ്ട. 2.5 ലക്ഷം രൂപയ്ക്കാണ് പുള്ളിക്കാരി വണ്ടി മേടിച്ചേക്കുന്നത്. അതിന് ഭയങ്കര റേറ്റാണ്. അത് കൂടാണ്ട് വണ്ടി പണിയാണ്ട് ഈ പറഞ്ഞ 2 ലക്ഷം രൂപ പിന്നെയും ചിലവാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും കളർ നോക്കിയിട്ടോ ഭംഗി നോക്കി എടുക്കാൻ നിൽക്കരുത്. ചില ആൾക്കാരൊക്കെ തട്ടി വണ്ടി എന്നൊക്കെ നോക്കി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വണ്ടി തട്ടുന്നതിനേക്കാൾ കൂടുതൽ മെക്കാനിക്കൽ സൈഡും കൂടെ പക്കയായിട്ട് നോക്കുക. ചെറിയ തട്ടുമുട്ടൊക്കെ പഴയ വണ്ടികൾക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ വണ്ടി ഇൻസൈഡൊക്കെ പക്കയാണ്, അതായത് മെക്കാനിക്കൽ സൈഡൊക്കെ പക്കയാണ് നോക്കി മാത്രം വണ്ടി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പോക്കറ്റിലെ കാശ് പോകുന്ന വഴി അറിയാൻ പറ്റില്ല. നമ്മളൊക്കെ സാധാരണക്കാർ ഒരു വണ്ടി മേടിക്കാൻ വെച്ചാൽ ഡ്രീം ആയിരിക്കും. പക്ഷേ വണ്ടി മേടിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം മൊത്തം വണ്ടിയിൽ പൈസ ഇറക്കിക്കൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. വണ്ടി പണിയുമ്പോൾ ഒരുപാട് പൈസ ആയി കഴിഞ്ഞാൽ വണ്ടി മേടിക്കുന്ന നമ്മൾ പുതിയ വണ്ടി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വരും വണ്ടി പാർട്സായിട്ട് മേടിക്കുമ്പോൾ. വണ്ടിക്ക് പണിയാനായിരിക്കും കൂടുതൽ പൈസ വരണേ. പുതിയ വണ്ടി മേടിക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് നമ്മൾ വണ്ടി പണിതുകൊണ്ടിരിക്കുമ്പോൾ ചിലവ് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല വണ്ടി നോക്കുക, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണെന്ന് നോക്കി മാത്രം എടുക്കുക. ചെറിയ തട്ടുമുട്ട് ബമ്പർ റീപ്ലേസ് അല്ലെങ്കിൽ ഫെൻഡർ റീപ്ലേസ് അങ്ങനെയുള്ള പ്രശ്നം നമുക്ക് വരുന്നില്ല. വണ്ടി ചെറിയ തട്ടുമുട്ടൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. എപ്പോഴും മെക്കാനിക്കൽ സൈഡിലൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും, കയ്യിലെ കാശ് പോകുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പോൾ വണ്ടിയുടെ കളർ കണ്ടിട്ട് വണ്ടി എടുക്കാതിരിക്കുക കേട്ടോ.